ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണേ, കുറച്ച് പ്രശ്നോ ഒന്നും പറയാൻ പറ്റില്ലെന്ന്. നീ എന്തീ പറയുന്നേ? എന്റെ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അമ്മേ, അമ്മേ, അമ്മ എഴുന്നേക്കമ്മേ, എഴുന്നേക്കമ്മേ. ഇതാ മരുന്ന് കഴിക്കാൻ സമയായി. അമ്മേ, എഴുന്നേക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മേ. നിങ്ങള് ഇവരുടെ ആരാ? ഞാൻ അയൽപക്കത്തുള്ളതാ. അല്പം ക്രിട്ടിക്കൽ സിറ്റുവേഷനാ. ഇവർക്ക് വേണ്ടപ്പെട്ടവരോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ പറയും. സർ, ഇവരുടെ മോള് കൃഷ്ണ കുറച്ച് ദൂരെയാ. നിർബന്ധമായും അറിയിച്ച് വിളിച്ചു വരുത്തണം. ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ മുൻപേ ഞാൻ അവരെ ധരിപ്പിച്ചിട്ടുള്ളതാ. എന്തായാലും ട്രീറ്റ്മെന്റ് നടക്കട്ടെ. നിങ്ങൾ എന്തായാലും അവരോട് വേഗം വരാൻ പറയും. ശരി സർ. ഹലോ, ഞാൻ ഉണ്ണിമായ. കൃഷ്ണ അമ്മയ്ക്ക് തീരെ വയ്യാതായി. ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. എന്താ ഉണ്ണിമായേ? ഡോക്ടർ ഇപ്പൊ വന്നിരുന്നു. ഡോക്ടർ അമ്മയ്ക്ക് വളരെ സീരിയസ് ആണെന്നാ പറയുന്നത്. നീ എത്രയും പെട്ടെന്ന് വന്നേ പറ്റൂ. എന്റെ ദേവി, ഞാൻ എന്താ ചെയ്യാ? അത് ഉണ്ണിമായേ, അമ്മ കണ്ണൂർന്ന് കിടക്കാണോ? സംസാരിക്കുന്നുണ്ടോ? കൃഷ്ണേ, കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തില്ല. നീ പെട്ടെന്ന് വന്നേ പറ്റൂ. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് കൈയും കാലും വരച്ചിട്ട് പാടില്ല. ഞാൻ ഇപ്പൊ തന്നെ വരാം. സുനന്ദേച്ചി, 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 ഒന്ന് തുറക്കൂ. സുനന്ദേ, സുനന്ദേച്ചി, ആ വാതിലും തുറന്നേ. സുനന്ദേച്ചി, സുനന്ദേ, എന്താ സുനന്ദേച്ചി മോളെ, അമ്മയ്ക്ക് തീരെ സുഖമില്ലാന്ന്. സീരിയസ് എന്നാ പറഞ്ഞ. എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയേ പറ്റൂ. പാവന്റെ അമ്മ. ഞാൻ വരും പറഞ്ഞ് നോക്കിയിരുന്നതാ. കാശും കൊണ്ട് ചെല്ലുന്ന് പറഞ്ഞിട്ട് പറ്റിക്കായിരുന്നില്ലേ ഞാൻ ആ പാവത്തിനെ. അതിന്റെ സങ്കടത്തിൽ തളർന്നു വീണതായിരിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ മോളെ. ഗോപാലേട്ടാ, എന്തായാലും മോളെ വിട്ടല്ലേ പറ്റൂ. എന്താ ഇപ്പൊ ചെയ്യാ? മണി 4:30 ഇപ്പൊ പോയാ ബസ് കിട്ടും. നേരം വിളിക്കുന്നതിന് മുമ്പ് അങ്ങ് എത്തുകയും ചെയ്യാം. സുനന്ദ, ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ മോളുടെ കൂടെ പോയിട്ട് വരാം. അയ്യോ വേണ്ട ഗോപാല മാമ, അത് വേണ്ട. മാമൻ അങ്ങോട്ട് അധികം വരാത്ത ആളല്ലേ. അതാണോ ഇപ്പൊ വലിയ കാര്യം? അഥവാ എന്നെ ആരെങ്കിലും കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. അമ്മയുടെ അടുത്ത് പെട്ടെന്ന് എത്തണം. അങ്ങനെയാണെങ്കിൽ മാമനെ ബസ് കയറ്റി വിട്ടാ മതി. ഞാൻ തനിച്ചു പോയിക്കോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എങ്ങനെയാ മോളെ നിന്നെ തനിച്ചയക്കാ? അതില് കാര്യമൊന്നുമില്ല സുനന്ദേച്ചി. ശരി എന്നാ മോള് മുഖമൊക്കെ കഴുകി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. അമ്മയ്ക്ക് ഒന്നും വരില്ല മോളെ. നിന്നെ അങ്ങനെ ദൈവം ശിക്ഷിക്കോ? ചെല്ല്. മോളെ, അയ്യോ ഇതെന്താ? ഇത് കയ്യിൽ വെച്ചോ മോളെ. ഇതീ കൂടുതൽ എടുത്തു തരാൻ ഗോപാലമാമന്റെ കയ്യില് ഇപ്പൊ തൽക്കാലമില്ല. ആശുപത്രി ചെന്നിട്ടേ അവിടെ കാശിന് എന്തെങ്കിലും അത്യാവശ്യം വന്നാ മോള് വിളിക്ക്. ഗോപാലമാമ വിചാരിച്ചാൽ ആരോടെങ്കിലുമൊക്കെ കുറച്ചൊക്കെ മറിക്കാൻ പറ്റും. മോളിത് വാങ്ങ്.
എന്നാ പിന്നെ വൈകണ്ട മോളെ, ഇറങ്ങിക്കോ. അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കൃഷ്ണ സമാധാനിക്ക്. ഇറങ്ങാൻ മോളെ, ബസ്സിന് സമയമായി. വാ. പാവം കൃഷ്ണ, എന്റെ ദേവി, തങ്കേച്ചിക്ക് തുണയാവണേ. സർ, പൾസ് റേറ്റ് പിന്നെയും കുറയാ. കുറച്ചു നേരം കൂടി നോക്കാം. ഓക്കെ ഡോക്ടർ. വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യം വന്നാലേ ചെയ്യേണ്ടി വരും. ഓക്കെ. ഇവരുടെ മകൾ ഇതുവരെ ഒന്നില്ലേ? ആ കുട്ടി പുറപ്പെട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്, എത്തിയോന്നറിയില്ല. ആ കുട്ടി വരട്ടെ. ഓപ്പറേഷൻ മാത്രമാണ് ഇപ്പൊ ഇവരുടെ കാര്യത്തിലുള്ള ഏക മാർഗം. അതിനവര് വില്ലിങ് ആണോ എന്ന് നോക്കാം. ഓക്കെ. ഉടനെ തന്നെ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഓക്കെ. ഓക്കെ ഡോക്ടർ. ഉണ്ണിമായേ, ഉണ്ണി, അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? അമ്മ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഡോക്ടർ 2-3 തവണ നീ എത്തിയോന്ന് ചോദിച്ചു. വേറെ എന്തേലും പറഞ്ഞോ? കൃഷ്ണേ, കുറച്ച് പ്രശ്നോ, ഒന്നും പറയാൻ പറ്റില്ലെന്ന്. ഹേയ്, നീ എന്തീ പറയുന്നേ? എന്റെ അമ്മയ്ക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ അമ്മയ്ക്ക് എന്തേലും പറ്റിയ പിന്നെ എനിക്കാരാ ഉള്ളത്? കൃഷ്ണ, അമ്മ എവിടെയാ കിടക്കുന്നേ? അമ്മ ഐസിയുല. വാ, നടക്ക്. ഡോക്ടറെ, താനെത്തിയോ? എന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുട്ടി വരൂ. അമ്മേ, 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 എന്താ പറ്റിയമ്മേ? അമ്മയുടെ കൃഷ്ണ വന്നമ്മേ, കണ്ണുറക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മേ. മരുന്നുകളോട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രതികരിക്കുന്നില്ല. കുട്ടിയുടെ വരവ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. അമ്മ, കൃഷ്ണ അമ്മ വിളിക്കുന്ന, കണ്ണു തുറക്കമ്മ. അമ്മ, 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 എനിക്കമ്മ, അമ്മ.